സംഗീത സംവിധാനം. ശ്രീനി എന്നുള്ള ഗായകൻ സംഗീത സംവിധായകനാണ്. ഒരുപക്ഷെ രണ്ടും തമ്മിലൊരു പൊരുത്തം ഉണ്ടെങ്കിൽ ഒരു പൊരുത്തമില്ലായ്മയുണ്ട്. ഒരു ഗായകൻ സംഗീത സംവിധായകനാകുമ്പോൾ എന്ത് പ്രശ്നം അഭിമുഖീകരിക്കുന്നു? പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഒരു ഗായകൻ മ്യൂസിക് ഡയറക്ടർ ആകുമ്പോൾ ആ വോക്കൽ പോർഷൻ വിൽ ബി വെരി സ്ട്രോങ്. ഓർക്കസ്ട്രേഷനിൽ ഇപ്പോൾ എന്നെപ്പോലെ ആൾക്കാർക്ക് ഐ നീഡ് ലോട്ട് ഓഫ് ഹെൽപ്പ് ഫ്രം അതേഴ്സ്. കോഡ് നോളജ് വളരെ കുറവാണ് എനിക്ക്. സോ ഐ നീഡ് ഹെൽപ്പ് ഫോർ ഓർക്കസ്ട്രേഷൻ. ബട്ട് ട്യൂൺസ് ആർ മൈൻ. ഓർക്കസ്ട്രേഷനിൽ ഈവൻ ഒരു ഫ്ലൂട്ട് പീസിന് എനിക്ക് പറഞ്ഞു കൊടുക്കാം, ഒരു ഗിറ്റാർ പീസിന് പോലും പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഐഡിയാസ് എൻ്റെ കയ്യിലുണ്ടാവും. സ്ട്രിങ്സ് ഓൾസോ എൻ്റെ ട്യൂൺ വെച്ച് ഞാൻ ഐ ക്യാൻ സേ. ബട്ട് വാട്ട് അബൌട്ട് ദ ഹാർമണി? ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. അവിടെ ഒരു വാട്ട് യു കോൾ, ഇറ്റ്സ് നോട്ട് എ ഡിസഡ്വാൻറ്റേജ്, ഇറ്റ് ഈസ് ഐ നീഡ് സംബഡി ഫോർ ദാറ്റ്. ആൻഡ് എനിക്ക് നല്ല ടീമുണ്ട് അതിന്. ബട്ട് എൻ്റെ സ്ട്രെങ്ത് ഐ നോ വാട്ട് ഈസ് മൈ സ്ട്രെങ്ത് ഇൻ മേക്കിംഗ് എ മെലഡി ഫോർ എ സിംഗർ. അതാണല്ലോ മെയിൻ. അന്നത്തെ കാലത്ത് സിംഗേഴ്സ് ആയിരുന്നല്ലോ മ്യൂസിക് ഡയറക്ടേഴ്സ്. ദക്ഷിണാമൂർത്തി സ്വാമി ആയാലും ദേവരായ മാസ്റ്റർ ആയാലും ബാബുരാജ് ആയാലും, they were all great singers. They made tunes for singers, or the arrangement was done by somebody else. ശ്രീനി, ഇന്ന് ഗായകരുടെയൊക്കെ പ്രസക്തി അങ്ങ് നഷ്ടപ്പെടുകയാണ്. ശരിക്കും ഒരു മ്യൂസിക് അറേഞ്ച്മെൻറ്റും ശരിക്കും യെസ്. ഇപ്പോൾ ഗായകന് വേണം. ഗായകൻ ഒരുപക്ഷെ ഇനി ഒരു 10 വർഷം കൂടെ കഴിഞ്ഞാൽ ഗായകൻ്റെയും ഗായികയുടെ ആവശ്യമുണ്ടാവും. തീർച്ചയായിട്ടും ഉണ്ടാവും. ഐ വിൽ ടെൽ യു വൈ. ഇത്രയൊക്കെ ഉണ്ടായിട്ടും നമ്മൾ റിയാലിറ്റി ഷോ ചെയ്യുമ്പോൾ യു ആർ ഓൺലി ഡൂയിങ് സിംഗർ ബേസ്ഡ് ഷോ അല്ല. യു നെവർ ഡു ഇൻസ്ട്രുമെൻറ്റ് ബേസ്ഡ് ഷോസ്. വൈ? ഒരു സിംഗർ പാടി കേൾക്കാൻ ആൾക്കാർക്ക് അത്ര ഇഷ്ടമാണ്. എങ്ങനെ പാടിയാലും, കുറച്ച് ശ്രുതിയും താളവും ഇല്ലെങ്കിലും, ഒരു സിംഗർ അല്ലെങ്കിൽ പോലും ഒരാൾ പാട്ട് പാടുന്നത് ആൾക്കാർക്ക് കാണാൻ വളരെ കൗതുകമാണ്. ദാറ്റ് ഈസ് സംതിങ് എൽസ്. പണ്ടൊക്കെ ഒരു സംഗീത സംവിധാനം അല്ലെങ്കിൽ ലിറിക്സ് അതോടൊപ്പം അല്ലെങ്കിൽ അതിൻ്റെ മേലെ നിന്നിരുന്നു ഗായകൻ. പിന്നീട് ആ സ്ഥാനം കുറഞ്ഞു. ഇന്ന് ഗായകൻ ഒരു നിമിത്തം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഉപകരണം അതുപോലെയായി മാറി. തിരിച്ചറിയുന്നുണ്ടോ ശ്രീനി? അതുകൊണ്ടാണ് ശ്രീനി ഒരു സംഗീത സംവിധാനത്തിലേക്ക് കൈവച്ചത്. അറിഞ്ഞൂടാ, അതൊന്നും ഞാൻ ആലോചിക്കാറില്ല. ഐ ഡോണ്ട് തിങ്ക്. ഞാൻ വളരെ ഇൻസ്റ്റിങ്ക്റ്റീവായിട്ടൊരു പേഴ്സൺ. എന്ത് വേണമെങ്കിൽ 10 ഗായകരെ കൊണ്ട് ഓരോ വരി പാടിപ്പിച്ച് എവിടെയെങ്കിലും കൂട്ടി യോജിപ്പിച്ച് നട്ടും ബോൾട്ട് ഇട്ടിട്ട് പാട്ടിറക്കാം. ബട്ട് അൾട്ടിമേറ്റ്ലി ഒരു പാട്ട്, ഒരു നല്ല ട്യൂൺ, ഒരു നല്ല സിംഗർ പാടിക്കഴിഞ്ഞാൽ ശബ്ദത്തിൻ്റെ മാറ്റം വേണമെങ്കിൽ സംഗീത സംവിധായകർ മാറ്റാം, വേറൊരു ഫ്രീക്വൻസി വേണമെങ്കിലും ചെയ്യാം. ബട്ട് ഒരു നല്ല ട്യൂൺ, ഒരു നല്ല സിംഗർ പാടുമ്പോൾ ദാറ്റ് ഇസ് സംതിങ് എൽസ്. അതുപോലെ ഒരു എഫക്റ്റ് വേറെ ഒന്നിനും വരാൻ പോകുന്നില്ല. ആദ്യത്തെ ഒരു സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ ശ്രീനിക്ക് ആ ഒരു സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ കിട്ടിയോ? ഒരുപാട് കിട്ടി. അത് കഴിഞ്ഞിട്ട് കേൾക്കും. പിന്നെ തമിഴായിരുന്നില്ലേ ആദ്യം ചെയ്ത്? ഇനി നാണല്ലേ ഏനി ரொம்ப அழகா இருக்க. ആ പാട്ട് ഹിറ്റായി അല്ലേ? ആ പാട്ട് വലിയ ഹിറ്റായി. ഓർമ്മയുണ്ടോ ശ്രീനി ആ പാട്ട്? ഇനി നാനും നാനില്ലേ ഇയൽபாக ஏனில்லை சொல்லடி முன்போல நான் இல்லை, முகம் கூட எனதில்லை, ஏனடி நானும் நீயும் ஏனோ இன்னும் வேறு வேறா, தூரம் என்ற சொல்லை தூக்கில் போட்டு கொள்ள நீ வாராய், புறையேறும் போதெல்லாம் தனியாக சிரிக்கின்றேன், அது ஏனடி. സുജാതയാണ് കൂടെ പാടുന്നത്. മലയാളത്തിൽ സീതാ കല്യാണം. എന്താ ശ്രീനിക്ക് തോന്നിയത് മലയാളത്തിലും കൂടി ഒരു സംഗീത സംവിധാനം ചെയ്തപ്പോൾ?
സോ ഹാപ്പി. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതൊക്കെ നടക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ദാറ്റ്സ് വൈ ഐ എം സേയിങ് ഞാൻ അത്ര ഹാപ്പിയാണ്. ഇപ്പോഴൊരു തമിഴിലൊരു ഫിലിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മ്യൂസിക്. അതായിരിക്കും രാജീവ് മേനോൻ ഒരു ചോദ്യമുണ്ട്, ചോദിക്കട്ടെ രാജീവ്. എനിക്ക് കമ്പോസിംഗ് ആണോ അല്ല പാട്ട് പാടുന്നതാണോ ഇഷ്ടം? വാട്ട് ഈസ് യുവർ ട്രൂ ലവ്? ബോത്ത്. ഒരു നല്ല പാട്ട് പാടാൻ ഇന്നും ഭയങ്കര ഇഷ്ടമാണ്. കമ്പോസ് ചെയ്യാനും വളരെ വളരെ ഇഷ്ടമാണ്. ഹൗ ക്യാൻ യു സെപ്പറേറ്റ് ദ ടു? എനിക്കത് പറ്റില്ല. പക്ഷേ എങ്കിലും ശരിക്കൊരു ഒരു 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 ഫസ്റ്റ് ലവ് ഉണ്ടാവില്ലേ? ഫസ്റ്റ് ലവ് എപ്പോഴും സിംഗിങ് തന്നെയാണ്, സിംഗിങ്. ബട്ട് ആസ് യു ഗ്രോ ഓൾഡർ, വെൻ യു ക്രോസ് 50, നിങ്ങൾ പറയണു എൻ്റെ വോയിസ് അതുപോലെ തന്നെ ഉണ്ടെന്നൊക്കെ. ബട്ട് ഐ റിയലൈസ് ദാറ്റ് ഇസ് എ സ്ലോ ഡൗൺ. മനസ്സ് ഇത് ഈ സാധനം ഇസ് കമ്മിങ് സ്റ്റിൽ ഫോസ്റ്റ്. ഇപ്പോൾ ഒരു സംഗതി പാടാനോ ആ നോട്ടിലേക്ക് എത്താനോ ഇറ്റ് ഈസ് നോട്ട് ആസ് ഈസി ആസ് ഇറ്റ് വാസ് ബിഫോർ. ആസ് യു ഗ്രോ ഓൾഡ് ഫോർ എനിബഡി. അപ്പോൾ കമ്പോസിങ് നമ്മുടെ പാട്ട് നല്ല ഒരു യങ്സ്റ്ററിനെ കൊണ്ട് പാടിച്ച് അത് നന്നാക്കാനേ നോക്കുകയുള്ളൂ എപ്പോഴും. സീതാ കല്യാണത്തിലെ പാട്ടും വളരെ ശ്രദ്ധിക്കപ്പെട്ടൊരു പാട്ടായിരുന്നു. സീതാ കല്യാണത്തിൽ ഞാൻ പാടിയില്ല. അത് ദിനേശ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ടുണ്ട്, ഒരു പാട്ട് എനിക്ക് പാടായിരുന്നു. ദിനേശ് സൗണ്ട് എഞ്ചിനീയറാണ്, ബട്ട് ഹീസ് എ ബ്യൂട്ടിഫുൾ സിംഗർ. ഇതിൽ വൈശാലിയിൽ നേരത്തെ പാടി, അത് കഴിഞ്ഞിട്ട് മലയാളം മറന്നു. മലയാളിയാണ് പുള്ളി. കംപ്ലീറ്റ് ആയിട്ട് മറന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ പോയി. എനിക്കൊന്നും വേണ്ട, ഞാൻ വേണമെങ്കിൽ ഞാൻ നിനക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടാം, അത് എനിക്കൊരു CD ആക്കി താ, അത് മതി എന്ന് പറഞ്ഞു. നീ വാ എന്ന് പറഞ്ഞിട്ട് വിളിച്ച് പഠിച്ചിട്ട് ഉള്ള പാട്ടാണ് ദൂരെ ദൂരെ വാനിൽ നീ മിന്നൽ പൊന്നായുതിരവേ നീ പറയാൻ വൈകിയോ രാമഴ പോലാശകൾ ദൂരെ ദൂരെ വാനിൽ നീ. വെരി ആർ ഡി ബർമൻ. ബട്ട് ദിനേശ് സച്ച് എ ഗുഡ് സിംഗർ. ബട്ട് ആരും യൂട്ടിലൈസ് ചെയ്തിട്ടില്ലല്ലോ ദിനേശിനെ. ഇതൊക്കെ ശരി ഓരോരുത്തരും കിട്ടുന്ന ബ്രേക്കാണ്, ലക്കാണ്. ആരെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. എനിക്കൊരു രജനി ഒരു റഹ്മാൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞേനെ, ഞാൻ പറഞ്ഞില്ലേ നിന്നോട്. ഭാര്യയും പറഞ്ഞേനെ. ഞാനിപ്പോൾ അങ്ങനെ സപ്പോർട്ട് ചെയ്തെങ്കിലും മനസ്സിൽ ഞാനത് വേണ്ടെന്നൊക്കെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. കൊള്ളാം, നിങ്ങൾ അങ്ങനെ പറ, എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്. ശ്രീനി ആൽബം മേഖലയിലും കൈവച്ചു. ഒരുപക്ഷെ നമുക്ക് ശ്രീനിയുടെ ഒരു സൃഷ്ടി നമുക്ക് കാണാം. തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതൃവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി. നാഷണൽ ഇൻ്റഗ്രേഷൻ, റിലീജിയസ് ഇൻ്റഗ്രേഷൻ. സോ അപ്പോൾ അന്നേ തുടങ്ങിയതാണിത്, ഈ റാഷണലിസം. ഈ യുക്തിവാദം വന്നേ ഉണ്ട്, ഈ സെക്യുലറിസം വന്നേ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശ്രീനിയുടെ കൂടെ ഉണ്ടായിരുന്ന പല ആൾക്കാരും നന്നായിട്ട് നയതന്ത്രജ്ഞത പാലിച്ചപ്പോൾ ശ്രീനി പക്ഷേ അങ്ങനെയൊന്നും പാലിച്ചില്ല. ശ്രീനി ഉള്ളതുകൊണ്ട് വാട്ട് എവർ യു ഫീൽ യു സ്പീക്ക് ഔട്ട്. യെസ്. ചില ആൾക്കാർ ഉപദേശിക്കുന്നുണ്ട്, ഒരാൾ ഉപദേശിക്കുന്നുണ്ട്, ശ്രീനി കുറച്ചും കൂടി നയചാതുര്യം വേണ്ടേ എന്ന്. ഹായ് ശ്രീനി, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഒരു 25-26 വർഷമായി കാണും അല്ലേ? ഈ ഒരു സുഹൃത്ത് ബന്ധം ഞാൻ ഒരുപാട് വിലമതിക്കുന്നു. എനിക്കെപ്പോഴും തോന്നാറുണ്ട് ശ്രീനി മറ്റുള്ളവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനുള്ള മെൻറ്റാലിറ്റിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. പക്ഷേ ശ്രീനി എന്ന മനുഷ്യനെ ഒരുപാട് പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതിനൊരു പ്രധാന കാരണം ശ്രീനി മനസ്സിലെന്ത് തോന്നുന്നു അത് വിളിച്ചു പറയും. അത് കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക്കായിട്ട് ഡീൽ ചെയ്തുകൂടെ എന്നെനിക്ക് തോന്നാറുണ്ട്. എന്തു പറയണു, കുറച്ചും കൂടി ഡിപ്ലോമസി ആവശ്യമില്ലേ? എൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് സുജാത. ഷീ ഓൾവേസ്
has my good in her heart. But I think ഞാനിങ്ങനെ തന്നെയൊക്കെ ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഇങ്ങനെയൊക്കെ പോയാൽ മതി. ഞാനായിട്ട് തന്നെ ജീവിക്കണമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞെങ്കിലും അതൊരു കുറ്റമായിട്ടോ അങ്ങനെയല്ല പറയുന്നത്. എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഹോൾഡ് മൈസെൽഫ് ഇൻ വെരി ഹൈ എസ്റ്റീം. ഞാനൊരു വലിയ മനുഷ്യനാണ്, എനിക്ക് വാട്ട് എവർ ഐ സേ ഇസ് അങ്ങനെയല്ല. പക്ഷെ ചില സന്ദർഭങ്ങളിൽ ശ്രീനി പറഞ്ഞു പോയിട്ട് വേണ്ടായിരുന്നു, എന്തിനാണ് വെറുതെ ഞാൻ ഈ പറഞ്ഞത്, അങ്ങനെയൊന്നുമില്ല. ഇല്ല. വളരെ പ്രധാനപ്പെട്ട ചില ആൾക്കാരുമായിട്ട് പറഞ്ഞതിന് മുകളിൽ മുഷിയുന്നു. ചിലപ്പോൾ മുഷിഞ്ഞാൽ നമ്മളെന്ത് ചെയ്യാൻ പറ്റും? വാട്ട് ക്യാൻ യു ഡു അബൌട്ട് ഇറ്റ്? അങ്ങനെ അടുത്ത കാലത്തായിട്ട് മുഷിഞ്ഞ എവിടെയാണ്? എനിക്കൊന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ അറിയാം, പക്ഷേ അത് പറയുന്നില്ല ഇവിടെ. എനിക്ക് അങ്ങനെ അങ്ങനെ മുഷിഞ്ഞ ആൾക്കാരൊന്നും സുജാതയെ പോലുള്ള ആൾക്കാരെ പറയാം ശ്രീനി വേണ്ട വെറുതെ എന്തിനാ നമ്മൾ. ഷീ ഈസ് ഓൾവേസ് വെരി കെയർഫുൾ. വെരി കെയർഫുൾ. കുറച്ച് ഓവർ കെയർഫുൾ ആണോ സുജാത? ഷീ ഈസ് വെരി കെയർഫുൾ. ഐ കനോട്ട് ബി ലൈക്ക് ഹർ. ഷീ ഈസ് ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരാളാണ്. ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. ഗ്രേറ്റ് ഡിപ്ലോമാറ്റ്. വേണമെങ്കിൽ നമുക്ക് അമേരിക്കയിൽ ഇന്ത്യൻ സ്ഥാനപതിയായിട്ട് അയക്കാൻ പറ്റുമോ? Absolutely. Absolutely. സുജാത കോംപ്ലിമെന്റ് ആട്ടോ ഇത്. She's the most brilliant person that I've seen.